ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ബൾക്ക് ഓർഡർ, അങ്ങനെ ഒരു ദിവസത്തെ ഒരു കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ സഹായിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ. അപ്പോൾ അതൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബട്ടർ പേപ്പർ കട്ട് ചെയ്യാനും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാനും. അവരുടെ പരീക്ഷ കഴിഞ്ഞ സമയമായിരുന്നു, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ അവരത് ചെയ്യണു. പിന്നെ ഓർഡറുകൾ അധികമുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭക്ഷണകാര്യമാണ്. വീട്ടിൽ ബാക്കി എല്ലാവർക്കും ഭക്ഷണം നമ്മൾ തട്ടിക്കൂട്ട് കാട്ടി എന്തെങ്കിലുമൊക്കെ അവസാനിപ്പിക്കലാണ് പതിവ്. അപ്പം ഇന്നത്തെ ദിവസം എനിക്കൊരു 15 കേക്ക് ഒരാൾക്ക് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബേക്കറിയിലേക്കും കൊടുക്കണം. അപ്പം എങ്ങനെ പോയാലും ഒരു 10-20 കേക്ക് എനിക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ എല്ലാം കൂടി തലേദിവസം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരു 2 ദിവസമായിട്ട് നമ്മൾ ചെയ്തു വെക്കും. അപ്പം അതിൽ പെട്ടതാണ് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കലും ബട്ടർ പേപ്പർ റെഡിയാക്കൊക്കെ വെക്കൽ. അതൊക്കെ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ സഹായിക്കുന്നുണ്ട്. അത് അന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ ഒരാൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ തലേദിവസം കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേദിവസം രാവിലെയാണിത്. രാവിലെ ഞാൻ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. നമുക്ക് അതിൻ്റെ തലേദിവസം ഈ പറഞ്ഞ പോലെ ഓർഡറുകൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് വെച്ച് കിടക്കുമ്പോൾ ഒരു 2 മണി 2:30 ആ ഒരു സമയമായി. അപ്പം നമുക്ക് എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. നമ്മൾ ഫുള്ള് നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തലചുറ്റി വീഴും പറ്റിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അന്നത്തെ ദിവസം സെലിബ്രേഷൻ ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അവരതിന് പോകണം. പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടുപോകണ്ട, കഴിച്ചിട്ട് പോയാൽ മതി. അപ്പം അങ്ങനെ ഞാൻ ചപ്പാത്തിയും മസാലക്കറിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ, ഉരുളക്കിഴങ്ങ് കറി ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്കിൻ്റെ പണിയിലേക്ക് സമാധാനമായിട്ട് നിൽക്കാമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും കറികളൊക്കെ പിന്നെയും വെക്കുന്നുണ്ട്. ഒക്കെ തട്ടിക്കൂട്ട് കറികളായിരുന്നു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു 4 ദിവസം നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പം എല്ലാവരും അത് നമ്മളോട് സഹകരിച്ചു. അവരവർക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായം ചെയ്ത് തന്നിട്ടുമുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ രാവിലത്തെ ഇവർ പോവാണ്ട് നമുക്കിനി കേക്കിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഇത് കഴിയും വേണം, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കൽ ഇത്തിരി നേരം വേണ്ട പണിയാണെങ്കിൽ കൂടിയും അതിഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ വീട്ടിൽ അമ്മാമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട്. അപ്പം ഞങ്ങൾ 6 ആളാണ് മൊത്തം ഉള്ളത്. അപ്പം എല്ലാവർക്കും ചേട്ടൻ വയ്യാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും അമ്മാമ്മയായാലും എല്ലാവരും അവരാർക്ക് പറ്റുന്ന ഓരോരോ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തന്നിരുന്നു. രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് കിടക്കുള്ളൂ. ബാക്കി എല്ലാ നേരവും അടുക്കളയിൽ തന്നെയാണ്. അപ്പം ഇത് മൊബൈൽ ഇപ്പം തന്നെ കാണിച്ചത് ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. നമുക്കൊരു ടൈം പാസ് വേണ്ടേ. നമ്മളിങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ TV ഒന്നും കാണാൻ പോകാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ പാട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ നിൽക്കണേ. അപ്പോൾ ഇത് സാവിയോനാണ്. സാവിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ. അവനാണ് വീഡിയോ പിടിക്കണേ. അപ്പോൾ അമ്മ പാട്ട് കേൾക്കേണ്ട എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് മൊബൈൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഒരു റെസിപ്പിയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അങ്ങനെ നേരം പോക്കിന് പാട്ടൊക്കെ വെച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇവർ ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞാൽ ഫോൺ തരാൻ പറയും കുറച്ച് നേരം അവർക്ക് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കൊടുക്കും. ബാക്കിയുള്ള നേരം മുഴുവൻ അടുക്കളയിൽ ഞാനും ഫോണും എൻ്റെ കേക്ക് പണിയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ ദോശയാണ് ഉണ്ടാക്കണേ. ചപ്പാത്തിക്ക് ഉണ്ട ഉരുട്ടിയിട്ട് എന്താ ദോശ ഉണ്ടാക്കണേന്ന് വിചാരിക്കരുത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോകുന്നതിന് മുന്നേ ചപ്പാത്തി ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ അമ്മമാർക്ക് എന്തായാലും അവരെ തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യലുണ്ടാവുമല്ലോ. അപ്പോൾ ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ദോശ ചെയ്യലും ഇഷ്ടമാണ്. പിന്നെ ഈ കറിക്ക് ദോശ കുഴപ്പമില്ല, രണ്ടും കൂടെ മാച്ച് ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇവരെ വിട്ടിട്ട് ചപ്പാത്തി പണി ചെയ്യാം, ഇവർക്കുള്ളത് ദോശയായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി വേഗം മാവെടുത്ത്
ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയായിരുന്നു ചിലപ്പോൾ നടക്കില്ല. അപ്പം അതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ദോശ ഉണ്ടാക്കി. അപ്പോൾ ബട്ടർ പെരട്ടിയിട്ട് ദോശ കഴിക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബട്ടർ തേക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് സാവിയനാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവൻ പറയുന്നു, അമ്മ വീഡിയോ കാണിക്കുന്നത്, അതുകൊണ്ട് ബട്ടറൊക്കെ നന്നായി തേച്ചോളാം. അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ബട്ടറൊക്കെ ആക്കി കൊടുത്തു. അങ്ങനെ കറിയൊക്കെ കൂട്ടി അവർ കഴിച്ചു കൂട്ടാം. അപ്പം ഇന്ന് സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് അമ്മാമ്മ. അപ്പുറത്തിരിക്കുന്നതാണ് ചേട്ടൻ വയ്യാത്ത ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ അവർക്ക് തന്നെ ഒരു നാണായി. അങ്ങനെ അവർ അമ്മാമ്മയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി പണിക്ക് നിന്നു. ചപ്പാത്തിക്ക് ഉണ്ടാക്കി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പതുക്കെ നിൽക്കാം കേക്കിൻ്റെ കാര്യങ്ങൾക്ക് എന്ന് വിചാരിച്ചു. അപ്പം ഇത് പ്രിൻസ് ചേട്ടനാണ്, ഹസ്ബൻഡാണ് ഫോൺ എടുക്കണേ കേട്ടോ. അല്ല സോറി, വീഡിയോ എടുക്കണേ. അജൂസ് വേൾഡിൽ അവരുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റില്ല, ശബ്ദരേഖ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ. അങ്ങനെ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞ് കാലത്തെ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോൺ സ്റ്റോപ്പായിട്ട് തന്നെ പരിപാടി. എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള പണിയായാലും ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കൂട്ടാ. എന്താ വെച്ചാൽ നമുക്കൊരു 3 മണി ചിലപ്പോൾ 4 മണി വരെ പുലർച്ചെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഇത്തിരി നേരമെങ്കിലും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ രാത്രി നിൽക്കാനുള്ള സ്റ്റാമിന ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓവൻ ഇല്ലാണ്ടാണ് ഞാൻ ഈ ഓർഡറുകളൊക്കെ ചെയ്തത്. അപ്പം എൻ്റെ ആ ബേക്കിങ്ങിൻ്റെ പാത്രം എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പം അതിൽ ഞാൻ ഒരുമിച്ച് 2 കേക്കാണ് ചെയ്യണത്. 1 kg 2 കേക്ക് ഒരുമിച്ച് വേവിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കിലോൻ്റെ ബാറ്ററാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ വെക്കണേ കേട്ടോ. എൻ്റെ അടുക്കളയുടെ കോലം കണ്ട് ആരും ഞെട്ടരുത്, മുഴുവനായിട്ട് കാണിക്കണില്ല ശരിക്ക്. എന്ന് വെച്ചാൽ അറിയാലോ, ബേക്കിംഗ് ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ അറിയാം, ഇങ്ങനെയുള്ള തിരക്കുള്ള ദിവസം നമുക്ക് എല്ലാം എടുത്ത് നീക്കി വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്പം ഇതാണ് ഞാൻ 2 പാത്രം വെക്കുന്നത് കേട്ടോ. 7 ഇഞ്ചിൻ്റെ 2 മോൾഡാണിത്. ഇത് ഒരുപാട് എൻ്റെ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ള 2 പാത്രം. ഒരേപോലത്തെ കിട്ടിയില്ല, ഇത്തിരി വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തിന് ഇത്തിരി ഹൈറ്റും ഒരെണ്ണത്തിന് ഇത്തിരി പരപ്പും കൂടി, അങ്ങനെ 2 പാത്രമാണ്. 2 7 ഇഞ്ച് തന്നെയാണ്. അങ്ങനെയാണ് ഒരു ഇത്തിരി വ്യത്യാസമുള്ളത്. പക്ഷെ ആ ഒരു വ്യത്യാസം എനിക്ക് ഇപ്പോൾ ഉപകാരമായി. കാരണം എൻ്റെ ഈ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഈ ഒരു ഇതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ 2 പാത്രം അതിൽ കറക്റ്റായിട്ട് ഇരിക്കണേ. 2നും ഒരേ സൈസായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരിക്കില്ലായിരുന്നു. അപ്പം അതെന്തായാലും ഞാൻ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടി, ഒരു കുഴപ്പമില്ലാണ്ട് കേക്ക് കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ഇങ്ങനെ ഓർഡർ വരുന്ന സമയത്ത് ഈ മെത്തേഡ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ രണ്ടെണ്ണം ഈ ഒരു സ്റ്റൗവിലും, പിന്നെ അപ്പുറത്തെ സ്റ്റൗ കാലിയാണെങ്കിൽ നമുക്ക് വേറൊരു ബിരിയാണി പോട്ടിൽ ഒരെണ്ണം കൂടി വേവിക്കാം. അങ്ങനെ 3 എണ്ണം നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിങ്ങിന് ഒരു പരിധി ഉണ്ടല്ലോ, നമ്മൾ ഹാൻഡ് ബീറ്ററല്ലേ. അപ്പം അതിലൊരു 2 കിലോൻ്റെ വരെയാ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബീറ്റർ മുട്ടും. അതായത് ബാറ്റർ കണ്ടോ, ഈ പാത്രത്തിൽ ബാറ്റർ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് 2 കിലോൻ്റെ ബാറ്ററാണ്. അപ്പം അതുകൊണ്ട് ഞാൻ 2 എണ്ണായിട്ടാണ് വേവിക്കണത്. അപ്പം ഇത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പകൽ മുഴുവൻ ഉണ്ടാക്കിയ കേക്കുകളാണ് ഞാൻ അവിടെ ക്ലീൻ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് അവിടെ വെച്ചിരിക്കണേ. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ 2 ബ്ലാക്ക് ഫോറസ്റ്റും കൂടി ഉണ്ട്. അപ്പം അത് ഒരുമിച്ച് 2 എണ്ണമായിട്ട് ഞാൻ ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു പ്രത്യേകത ഉള്ളത്, ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എനിക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റാണ് ഓർഡർ കിട്ടിയത്. 1-2 മാത്രമാണ്, 2 കേക്ക് മാത്രമാണ് ചോക്ലേറ്റ് ട്രഫിളും അതുപോലെ വേറെ നട്ടി പബ്ലൊക്കെ ആയിട്ട് വന്നത്. ബാക്കി ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ചെയ്യാനും കുറച്ച് ഈസിയാണ്. സ്പഞ്ച് ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പം ഇതുപോലെയാണ് ഞാൻ കേക്ക് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം നമ്മുടെ റിങ് വെച്ചിട്ടും, ആദ്യം വെച്ച കേക്ക് ടിന്ന് വെച്ചിരിക്കുന്നത് പഴയ ഗ്യാസ് സ്റ്റൗവിൻ്റെ സെൻറ്ററിലൊരു റിങ് കണ്ടിട്ടില്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. അത് ഇത്തിരി താഴ്ന്നിരിക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ അത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്.
നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊതിഞ്ഞ് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കേക്കുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാം കൂടി സ്റ്റോർ ചെയ്യാൻ ഇതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഇതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ക്ലീൻ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് അവിടെ ഇരുന്നോളും. പക്ഷെ ചൂടുണ്ടാവരുത് എന്നുള്ളത് എടുത്ത് പറയണത് ശ്രദ്ധിക്കണം, ചൂട് തീരെ ഉണ്ടാവരുത്. അപ്പം ഞാനിത് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെ അവിടെ അടുത്തൊരു കേക്ക് വേറെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒത്തിരി വീണ്ടിട്ട് അത് എഗ്ലെസ് കേക്കാണ്. മുട്ട ഉപയോഗിക്കാറുണ്ട്. 2 കേക്ക് മിക്കവാറും എല്ലാ കൊല്ലും ഈ ഡിസംബറിൽ 2 കേക്ക് അങ്ങനെ ഓർഡർ വരാറുണ്ട്. അത് സാവിയോൻ്റെ ടീച്ചറാണ് ആ ഓർഡർ തരാറ്. ആള് എഗ്ലെസ് കേക്ക് അത് സ്പെഷ്യലായിട്ട് പറഞ്ഞു മേടിക്കും. മുട്ടയ്ക്ക് എന്തോ അലർജി ഉണ്ടെന്ന് തോന്നുന്നു, അവർക്ക് കസിന് കൊടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പം അതെല്ലാ കൊല്ലും ടീച്ചർ എൻ്റെ നിന്ന് മേടിക്കാറുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ എഗ്ലെസ് കേക്ക് ഞാൻ ഇത്തിരി ഒന്ന് മെത്തേഡൊന്ന് മാറ്റി ചെയ്തതാണ്. നന്നായിട്ട് വീർത്തു വന്നു. നമുക്ക് 3 ലെയർ, ചില എഗ്ലെസ് കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ 3 ലെയർ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്രാവശ്യത്തേന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നന്നായിട്ട് വീർത്തു വന്നു, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ നമ്മൾ സാധാരണ എഗ്ഗ് ഉപയോഗിച്ച് ചെയ്യുന്ന കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിനേക്കാളും ഒരിത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ സാധാരണ എഗ്ലെസ് കേക്ക് ചെയ്യണേക്കാളും നന്നായിട്ട് വന്നു. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചെയ്തത് എനിക്കും സംതൃപ്തിയായി സത്യത്തിൽ. അങ്ങനെ രാത്രി ഞാൻ കിടക്കാൻ പോണേറ്റ് മുന്നേ ക്രീമുകൾ എടുത്തിട്ട് ഡോറിലേക്ക് വെക്കുകയാണ് കേട്ടോ. നമുക്ക് ഏകദേശം എത്ര വേണ്ടി വരുന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പം അതിനനുസരിച്ച് ഫിയോണ തന്നെയാണ് ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പം അത് നമ്മളെടുത്ത് ഡോറിലേക്ക് വെച്ച്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് മൊത്തം കാലിയാക്കിയിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സെൻറ്റർ താഴ്ന്നു പോലോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്കിത് നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇറക്കി വെച്ച്, അത് ഞാൻ റാപ്പ് ചെയ്തില്ല കേട്ടോ. കാരണം അത് ഞാൻ കിടക്കാൻ പോകുന്നതിന് കുറച്ച് തൊട്ട് മുന്നെന്ന് പറഞ്ഞ പോലെയാണ് അത് വെന്തിറങ്ങി. അപ്പോൾ അത് റാപ്പ് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഉണ്ടാക്കണം. പക്ഷെ അത് നാളെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ പോയി കിടക്കുകയാണ്. അങ്ങനെ ഇത് പിന്നെ പിറ്റത്തെ ദിവസമായിട്ടാണ്. ഞാൻ എല്ലാതും അങ്ങനെ എടുത്തിട്ടില്ല. ഫില്ലിങ്സും കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. മെയിനായിട്ട് നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ ഇത്രയും ഓർഡറുകൾ ചെയ്യാം എന്ന്, ധൈര്യമായിട്ട് ചെയ്യാം എന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഇടുന്നത്. നമുക്ക് ഓവൻ ഇല്ലാണ്ട് കുറേ കേക്ക് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഗുണമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഫ്രിഡ്ജ് ഉണ്ട് വീട്ടിൽ. ആദ്യത്തെ ഫ്രിഡ്ജും പിന്നെ ഞങ്ങൾ കേക്ക് പരിപാടി ഒന്നുകൂടി നന്നായിട്ട് വൈഡാക്കിയപ്പോൾ ഒരു ഡബിൾ ഡോറും കൂടി വാങ്ങിച്ചിരുന്നു. അപ്പം അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ക്രീം കേക്ക് ആയതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണം. അപ്പം അത് ഉള്ളത് കൊണ്ടും കൂടി എനിക്ക് ഒറ്റ പ്രാവശ്യം തന്നെ 15 കേക്ക് ഓർഡർ ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അതിലും എണ്ണം കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. 2 ഫ്രിഡ്ജിലും കൂടി 15 കേക്ക് വെക്കാം. അതൊരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് വെക്കുക കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ട്. ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ നോക്കിയിട്ട് ഇത് അങ്ങടും ഇങ്ങടും വെച്ച് ഒന്നും സംഭവിക്കാണ്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യലാണ് ഏറ്റവും വലിയ പാട് ഞാൻ നോക്കിയിട്ട്. അത് ഈ ക്രീം കേക്ക് ആയതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കണ്ട ലെയറുകളൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഒറ്റ കേക്കും ഫ്ലോപ്പ് ഒന്നും ആയില്ല കേട്ടോ. ഇപ്പോൾ സെൻറ്ററിൻ്റെ പ്രശ്നമോ സെൻറ്റർ താഴ്ന്നിട്ട് ലെയറാക്കാൻ പറ്റാണ്ടുള്ള പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ വന്നു. അങ്ങനെ ഇതിപ്പോൾ രാവിലെ, അതായത് കേക്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അവർ രാവിലെ തന്നെ വരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ സാവിയോ വേഗം എഴുന്നേറ്റ്, അവൻ എൻ്റെ കൂടെ തലേദിവസം ഒത്തിരി നേരം എന്നെ ഹെൽപ്പ് ചെയ്യാനിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പെട്ടികളൊക്കെ മടക്കി സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ കേക്കുകളൊക്കെ നല്ല ഭംഗിയിലിരിക്കണ കാണാൻ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിക്കാതെ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു എന്ന്. എന്നെ ഇതിൽ കൂടുതൽ ഓർഡർ ചെയ്യണവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജിൽ കേക്കുകൾ ഇരിക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം അതാ പിന്നെ മേടിച്ച ഫ്രിഡ്ജ്. ഇതാണ് ആദ്യത്തെ ഫ്രിഡ്ജ് കേട്ടോ. അപ്പം ഇത് കുഞ്ഞ് ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 6 എണ്ണം അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ കേക്ക് വാങ്ങിക്കാൻ വീട്ടിലേക്ക് വരിക ചെയ്തത്. ഇത് കൂടാതെ ഇതിൽ വീണ്ടും ഒരു 4 കേക്കും കൂടി ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബേക്കറിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 4 കേക്ക് പെട്ടെന്ന് ആദ്യം ചെയ്തു.
അപ്പോൾ എല്ലാത്തിലും ഹാപ്പി ക്രിസ്മസിൻ്റെ ടോപ്പറൊക്കെ കുത്തി ഒരു ട്രിപ്പ് കൊടുക്കണ കേക്ക് മുഴുവൻ ഞാൻ ഒരേപോലെ ഡിസൈൻ ചെയ്യുക, പിന്നെ കൊടുക്കണതിന് വേറെ ഡിസൈൻ, അങ്ങനെ. അപ്പോൾ നമുക്ക് ആ ഒരു ഇനി എന്ത് ചെയ്യും എന്ന് നോക്കിയിരിക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വേഗം വേഗം കഴിയുമല്ലോ. അപ്പം ഇത് സമയം ഒരു 7:30 നേരമാട്ടാ രാവിലെ ഡെലിവറി ചെയ്യുന്ന സമയം. അപ്പോൾ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പെട്ടി പാക്കിങ്ങും ശരിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റണില്ല. കാരണം തലേ ദിവസം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 4 മണി കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് പോകും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.